ഹായ്, വെൽക്കം ടു fscookeryvlogs. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തലശ്ശേരി ദം ബിരിയാണിയാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൈയിങ് പരിപാടികളാണുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 സവാള നന്നായിട്ട് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സവാളയിൽ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഞെരടുക. അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് വറുത്ത് കോരാം. ഞാനിവിടെ ഒരു പിടിയോളം കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. അത് വറുത്ത് കോരാം. ഇവിടെ റൈസിൻസ് ഇവിടെ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് റൈസിൻസ് ഉണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് വറുത്ത് വരിക. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഞരടി മാറ്റി വെച്ചിരുന്നില്ലേ, ആ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണേ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം വറുത്തെടുക്കാനേ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിൽ ഒരു 6 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 4 ഉള്ളി സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 20 പച്ചമുളക്, 20 വെളുത്തുള്ളി അല്ലി, വെളുത്തുള്ളിയുടെ പകുതി ഇഞ്ചി ഇത്രയും അരച്ചെടുത്തതാണ് ഇത്. അത് 3ഉം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഗരം മസാല ഹോം മെയ്ഡായിട്ട് പൊടിച്ചതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ മുളക് പൊടി ചേർത്തത് സാധാരണഗതിയിൽ മുളക് പൊടി ചേർക്കില്ല. പിന്നെ എനിക്കിവിടെ ചേർക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ചേർത്തതാണ്. അത് തികച്ചും ഓപ്ഷണലാണ്. അത് വേണ്ടെങ്കിൽ ചേർക്കേണ്ട, കുഴപ്പമില്ല. പിന്നെ ഇവിടെ വേണ്ടത് ഒരു 4 വലിയ തക്കാളിയാണ്. അത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ കഴുകി ഡ്രെയിൻ ചെയ്യാൻ മാറ്റി വെച്ച ചിക്കനാണ്. 2 കിലോയോളം വരുന്ന ചിക്കനാണ്. അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് കൊടുക്കണം. അപ്പം ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം മൂടി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മൂടി വെച്ച് വിസിൽ കേൾപ്പിക്കാം. ഞാനിവിടെ 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ കേൾപ്പിച്ചപ്പോൾ എൻ്റെ ചിക്കൻ കുക്കായിട്ടുണ്ട്. അത് ഓരോരുത്തരെ കുക്കർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന ടൈമിൽ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ഒരു 6 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 10 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3ഉം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 സവാളയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 കപ്പ് അരിക്ക് 16 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 8 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ആ 8 കപ്പ് അരി നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചതാണ്. അതെടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഈ അടപ്പിൻ്റെ മുകളിലൊരു ഹോൾ കിടപ്പുണ്ട്. അതെന്തെങ്കിലും ഒരു ഗ്രാമ്പോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനേ. ഒരു 7-8 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയുടെ ബാക്കി പരിപാടികൾ നോക്കാം. അതിനായിട്ട് നമ്മുടെ മസാല ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അതിലേക്ക് കുറച്ച് ഒരു 1.5 പിടിയോളം മല്ലിയില ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലൊരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പുളിയൊന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ പുളിയൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടി വെക്കാം. വേവാൻ വേണ്ടി വെക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ട് ഇരിപ്പുണ്ടാവും. ആ ഒരു ടൈമിൽ നമ്മൾ ആദ്യമേ വറുത്ത് കോരി മാറ്റി വെച്ച ബിസ്തയില്ലേ, അത് ഒണിയനില്ലേ, ആ ഒണിയൻ ഇതിനകത്തോട്ടൊരു പകുതിയോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മസാല ഫുള്ളായിട്ട് മുഴുവനായിട്ട് അതിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരു പകുതിയോളം വരുന്ന ചോറ് ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഒന്ന് ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് തൂവി കൊടുക്കുക. 1 ടീസ്പൂണോളം ഗരം മസാലയാണ് തൂവിയെടുക്കേണ്ടത്. ചോറ് ഇതുപോലെ കോരി വെച്ച് ഒന്ന് അമർത്തിയതിന് ശേഷം മാത്രം ഇതുപോലെ മല്ലിയും പുതിനയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബിസ്തയും കാഷ്യൂ നട്ടും വാരി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു 4 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. നിങ്ങളിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കലക്കി ചേർത്താലും മതി. ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുക്കുന്നുള്ളൂ. കളറുള്ളവർ അത് ചേർത്ത് കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ടാവും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുട്ടി ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നമുക്ക് ചോറ് ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ ഇതുപോലെ ഓണിയൻ പൊരിച്ചതും കാഷ്യൂ നട്ടും കുറച്ച് ഗരം മസാലയും നെയ്യും ഇതുപോലത്തെ റോസ് വാട്ടറിൻ്റെ ബാക്കി ഇത്രയിട്ട് ഒന്ന് മുഴുവനായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടും തന്നെ ആവി പുറത്ത് പോവാണ്ട് ഒന്ന് മുഴുവനായിട്ട് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടപ്പും കൂടെ എടുത്ത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഇത് ടൈറ്റായിട്ട് ഇരുന്നോളും. അതിന് ശേഷം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് പഴയ ഏതെങ്കിലും ഒരു പാനോ എന്തെങ്കിലും എടുത്തൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് എടുത്ത് അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും ഈ ബിരിയാണി. അത്രയും ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. വളരെയധികം ടേസ്റ്റുള്ള തലശ്ശേരി ദം ബിരിയാണി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിലത്തെ ചോറൊന്ന് മാറ്റിയതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.